ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ പറ്റിയുള്ള വാർത്തയാണ്. പവിത്രൻ പറഞ്ഞത് ശരിയായില്ല. നമ്മളുടെ ഒരു സഹോദരി വിമാനാപകടത്തിൽ മരിച്ചപ്പോൾ അതിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും അത് നല്ല നടപടിയാണോ? രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടിരിക്കുന്ന സമയത്ത് ഇവന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കഥ? ഇവനെപ്പോലുള്ളവരെയൊക്കെ ആരാണ് ഡെപ്യൂട്ടി തഹസിൽദാറാക്കിയത്? ഇവന് എന്താണ് ഇവൻ്റെ പാവം? മരിച്ചവരെ പോലും വിടാത്ത നിർഗൃഷ്ട ജന്മം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇവനൊക്കെ സർവീസിൽ തുടരുന്ന എന്തായിരിക്കും നാടിൻ്റെ സ്ഥിതി? അവനെ കണ്ടാൽ തന്നെ അറിയാം, ഒന്നീ കഞ്ചാവോ അല്ല MDMA ആണ്. ഇവനെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞുകൊണ്ട് നടക്കുമെന്നറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, ഒരു പിരിച്ചുവിടൽ ഉണ്ടായാൽ കേരളത്തിൻ്റെ ചരിത്ര താളുകളിൽ അത് കുറിക്കപ്പെടും. അതാണ്, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മൾക്ക് ആശ്വസിക്കാം. എന്നാലും പവിത്ര, നിനക്ക് ഈ പേരിട്ടതാരാണ്? അവരുകൂടി ദുഃഖിക്കുന്നുണ്ടായിരിക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ.